നമസ്കാരം, ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഈ നെറ്റിയിൽ ഒരു ചിത്രശലഭം വന്നിരുന്നു. വെറുതെ ഏതാണ്ട് 1 മിനിറ്റ് നേരം ഇവിടെ വന്നിരുന്നു, എന്നിട്ട് പറന്നുപോയി. ഓക്കെ, ഇന്ന് ചിത്രശലഭം മാത്രമല്ല, കറുത്ത ഉറുമ്പുകൾ, ചാന്തേരി ഉറുമ്പല്ല, കറുത്ത ഉറുമ്പുകൾ, കടിക്കുന്ന ടൈപ്പല്ല, ഓന്ത്, അരണ, ഇതിനെയൊക്കെ കുറിച്ച് എൻ്റെ അനുഭവങ്ങളാണ്. എനിക്ക് നേരിട്ട് അനുഭവിച്ച കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാം. ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇതിനെയൊക്കെ സൃഷ്ടിച്ചതാരാണ്? ഇതാ നമ്മുടെ കയ്യിൽ ഒരു ഉറുമ്പിനെ പിടിച്ചു വെക്കുക, അതിൻ്റെ ശരീര ചലനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്ത് പെർഫെക്റ്റായിട്ടാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, എൻ്റെ കാര്യം, ഉറുമ്പിൻ്റെ കാര്യം വിട്, എൻ്റെ കാര്യം 66 വയസ്സുണ്ട്. ഇപ്പോഴും എനിക്ക് എൻ്റെ ശരീരത്തിൽ ഉള്ള ആന്തരിക അവയവങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് അറിയില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ ഇരിപ്പുണ്ടെന്നൊക്കെ അറിയാം. ഹാർട്ട്, കരൾ, പാൻക്രിയാസ്, പിന്നെ ആമാശയം, അതാണല്ലോ ഏറ്റവും വലിയ ആശയം. അത് തലച്ചോറ്, കണ്ണ്, മൂക്ക്, ചെവി, ഇതൊക്കെ ഉണ്ട്, ശരി. പക്ഷെ പൂർണ്ണമായിട്ടും എനിക്ക് തന്നെ അറിയില്ല എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ ആന്തരിക അവയവങ്ങളോ മുഴുവൻ അറിയില്ല. 90% പോലും അറിയില്ല. 50% വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു? എന്ത് അതിസൂക്ഷ്മമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു എറുമ്പ് പോലും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? ആ ഈശ്വരനെ കുറിച്ച് എന്താ അറിയാവുന്നത്? എൻ്റെ അടുക്ക ചോര്, ഞാൻ ധൈര്യപൂർവ്വം ചങ്കൂറ്റത്തോടെ ഞാൻ പറയാം, ഈശ്വരനെ കുറിച്ച് എനിക്കൊരു ചുക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ പിണറായി സഖാവ് പറഞ്ഞ കണക്ക് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ. ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഉറുമ്പ്, മനുഷ്യൻ വരെ പറഞ്ഞിട്ടുള്ളൂ. ഭൂമി, സൗരയൂഥം. ഈ സൗരയൂഥം പോലും നമ്മുടെ ഗാലക്സി വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. എത്ര ഗാലക്സി ഉണ്ട്? പണ്ട് എനിക്കറിയാവുന്നത്, പണ്ട് എവിടെയോ വായിച്ചത് 200 ഗാലക്സികളും കണ്ടുണ്ടായിരുന്നതാണ്. പക്ഷേ സംഭവം ഇപ്പോൾ ഈയിടെ ഞാൻ നമ്മുടെ ഗൂഗിളിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കി എത്ര ഗാലക്സികളുണ്ട്. ഉത്തരം വന്ന ഇതാണ്: 2 ലക്ഷം കോടിയിലധികം ഉണ്ടാകാം. ഉണ്ട് എന്നല്ല, ഉണ്ടാകാം എന്നാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ, യൂണിവേഴ്സിൻ്റെ വലിപ്പം എന്താണ്? വലിപ്പം എത്രയാണ്? മനുഷ്യനോ ശാസ്ത്രത്തിനോ 100% ഉറപ്പിച്ച് പറയാം, അതൊരിക്കലും കണ്ടുപിടിക്കാൻ ഒക്കില്ല. ഈ പ്രപഞ്ചം എങ്ങനെ ഉത്ഭവിച്ചു? നമ്മുടെ ശാസ്ത്രം പറഞ്ഞേക്കുന്നത് എന്തോന്ന് അറിയോ? ബിഗ് ബാങ്. ഞാൻ ചോദിക്കട്ടെ, ഇതിലും നല്ല കഥയൊന്നും ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇതുവരെ? ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച് ഇവർ പറയുന്നത് ബിഗ് ബാങ് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, വലിയ കഥകളൊക്കെ. ഈ ബിഗ് ബാങ്കിന് മുമ്പ് എന്തുമായിരുന്നു അറിയത്തില്ല. ഇപ്പം ഈയിടെ ഞാൻ ഫേസ്ബുക്കിൽ, എനിക്ക് 4 ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ മുഴുവൻ സായിപ്പന്മാരും മദാമ്മമാരാണ്. ഏതാണ്ട് 8000-ഓളം ഫോളോവേഴ്സുണ്ട്. ഓക്കെ,
സായിപ്പന്മാർക്ക് ഇട്ടുകൊടുത്ത ചോദ്യം ഇതാണ്. നിരീശ്വരവാദം കൊണ്ട് ലോക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? നിരീശ്വരവാദം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് പേർക്ക് ജാട കാണിക്കാൻ പറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അവർ എത്തിസ്റ്റുകൾ ഈ അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ സായിപ്പന്മാരും മദാമ്മമാരാണ് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. അതിനകത്ത് ഏകദേശം 5000 പേരുണ്ട് ഫ്രണ്ട്സ്. പിന്നെ എല്ലാം കൂടെ ഫോളോവേഴ്സ് എല്ലാം കൂടെ ചേർന്ന് 8000-ഓളം കണ്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഞാൻ ചോദിച്ച ചോദ്യം ഇതാ, ഈ നിരീശ്വരവാദം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഒരുപാട് പേര് ഉത്തരം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ചുമ്മാ വെറുതെ സമയം പാഴായെന്നല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കില്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവും ഇതുമൊക്കെ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നു. അതായത് എൻ്റെ നെറ്റിയിലൊരു ചിത്രശലഭം വന്നിരിക്കുന്നു, എൻ്റെ വീടിൻ്റെ പടിയിൽ പെട്ടെന്ന് ഒരു 1000-ലേറെ കറുത്ത ഉറുമ്പുകൾ അതിൻ്റെ വെള്ള മുട്ടയുമായിട്ട് ഇങ്ങനെ ജാഥ നടത്തുന്നു. സംസ്ഥാന സമ്മേളനമായിരുന്നു, ഉറുമ്പിൻ്റെ സംസ്ഥാന സമ്മേളനം. അതെല്ലാം ഓന്ത് വരുന്നു, ഉറുമ്പ് വരുന്നു, അരണ. ഓക്കെ, ഇതൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ചെറിയ സംഭവങ്ങളാണ്. ഇത് കൂടാതെ മഴ, പ്രപഞ്ചശക്തി, ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്ന യൂണിവേഴ്സൽ പവർ, അത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സംവദിക്കുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്, ഒക്കെ സംസാരിക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഭാഷ മലയാളം തമിഴോ ഒന്നുമല്ല, അത് കാറ്റിലൂടെ, മഴയിലൂടെ, വെയിലിലൂടെ, എന്തിന് ഈ ചെറിയ ചെറിയ ജീവികളിലൂടെ ഓരോ നിമിത്തങ്ങൾ കാണിച്ചു തന്ന് അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തലയ്ക്ക് വെട്ടാന്ന് നിങ്ങൾ പറയും, ശരി, അത് പറഞ്ഞോളൂ. കാര്യം സംഭവം ഈ പറയുന്ന മനുഷ്യരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നിസ്സാരമായ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. ഞാൻ ഉൾപ്പെടെ എല്ലാവരും വലിയ എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞു നടക്കുക. പക്ഷേ സംഭവം നമ്മളെ മാത്രമല്ല, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരാണ് അറിയില്ല. പിന്നെ നമ്മൾ സങ്കല്പിക്കുന്നു ഈശ്വരൻ, സർവശക്തൻ, യൂണിവേഴ്സൽ പവർ, പ്രപഞ്ചശക്തി എന്നൊന്നുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സ് അതിനെക്കാട്ടിലും ദുരൂഹമായിട്ടുള്ളൊരു സംഭവമാണ്. സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത് 3 ലെയറാണ്. ബോധമനസ്സ് 5%, ഉപബോധ മനസ്സ് 15%, 80% അബോധ മനസ്സാണ്. അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് 15%, കോൺഷ്യസ് മൈൻഡ് 5%. ഈ സാധനത്തിന്, ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ, അതിനെ പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാക്കാൻ പ്രാർത്ഥന. ഇത് നമ്മൾ ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ അങ്ങോട്ട് ഉടച്ചു വാർക്കും. ഓക്കെ, പക്ഷേ മനസ്സിനുള്ള വ്യായാമം എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 സംഭവം ഒരു ലെവലിൽ വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. മനസ്സിനുള്ള വ്യായാമം ഇതാണ് പ്രാർത്ഥന. അതിന് കുറേ മന്ത്രങ്ങളൊക്കെ ആചാര്യന്മാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഈശ്വരൻ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ വലിപ്പം എന്താണ് അറിയില്ല. ശാസ്ത്രത്തിന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഈശ്വരൻ
ഈശ്വരൻ്റെ സൃഷ്ടികൾ മുഴുവൻ 100% വിസ്മയങ്ങൾ മാത്രമാണ്. വിസ്മയങ്ങൾ മാത്രമാണ് ഈശ്വരൻ സൃഷ്ടിച്ചേക്കുന്നത്. നോക്കുന്നിടത്തെല്ലാം കാണുന്നതെല്ലാം വിസ്മയങ്ങൾ മാത്രമാണ്. ആ ഈശ്വരൻ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ സർവശക്തനായ പ്രപഞ്ചശക്തി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓരോ നിമിത്തങ്ങൾ കാണിച്ചു തരുന്നു നമുക്ക്. അതിലൊരു നിമിത്തമാണ് ഈ ചിത്രശലഭം വന്നിരുന്ന കാര്യം. ഏതാണ്ട് 4-5 മാസത്തിന് മുമ്പാണ്. എൻ്റെ ഓഫീസ് നിൽക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു 24 സെൻറ്റാണ്. അതിൽ 3 വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഷോപ്പും ഓഫീസും എല്ലാം കൂടെ ഉള്ളത്. അപ്പോൾ ഇതിന് ഉള്ളിൽ ടോയ്ലറ്റൊക്കെ ഉണ്ട്. കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഇയർഫോൺ വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കും. ഞാൻ കൈവെക്കാത്ത മേഖലയില്ല. ഓക്കെ. അപ്പോൾ പാട്ട് കേൾക്കും. സംഗീതം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരെണ്ണമാണ്. ഓക്കെ. സംഗീതം ഇല്ലാതെ നമുക്ക് ജീവിതമില്ല. അത് മലയാളം പാട്ടുകൾ മാത്രമല്ല, ഏറ്റവും എന്താ പറയുക, ത്രാഷ് മെറ്റൽ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന വെസ്റ്റേൺ മ്യൂസിക് ഉൾപ്പെടെ എൻ്റെ പ്ലേലിസ്റ്റ്, അതായത് നമ്മുടെ യേശുദാസ് കേട്ടിട്ടില്ലാത്ത പാട്ടുകൾ പോലും എൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ പാട്ടൊക്കെ കേട്ട് ടോയ്ലറ്റിലൊക്കെ പോയി അവിടെ കുറച്ച് ഈ പൂന്തോട്ടം പോലുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നല്ല തണലൊക്കെ ഉണ്ട്, മാവും പ്ലാവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ കുറേ ചിത്രശലഭങ്ങൾ, അവിടെ പൂവും ഇതൊക്കെ ഉണ്ട്, പൂവും കായും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചിത്രശലഭം ഇച്ചിരി വലുതാണ്, ഒരു ഇടത്തരത്തിൻ്റെ കട്ടിൽ ഇച്ചിരി തവിട്ട് നിറവും ചുവപ്പ് നിറവും മഞ്ഞ നിറവും ഭയങ്കര മൾട്ടി കളേർഡ് ചിത്രശലഭം പറക്കുന്നു. ഞാനിങ്ങനെ അതിനെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ഇതിൻ്റെ ശ്രദ്ധ എന്നിലോട്ട് വന്നു. പതുക്കെ ഇങ്ങനെ പറന്ന് ഞാൻ അനങ്ങാതെ നിൽക്കുകയാണ്. വന്നതാ ഇവിടെ വന്നിരുന്നു. ഞാനിങ്ങനെ ഞെട്ടി അമ്പരന്ന് നിൽക്കുകയാണ്. ഓക്കെ. അവിടെ ആരുമില്ല, കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയിരിക്കാം. ഏകദേശം 1 മിനിറ്റ് നേരം അദ്ദേഹം ഇവിടെ വന്ന് വളരെ റിലാക്സ്ഡായിട്ട് ചിത്രശലഭം ഇവിടെ വന്നിരുന്നു. അതിൻ്റെ 1 മിനിറ്റ് കഴിയുമ്പോൾ മറന്നുപോയി. ഓക്കെ. അപ്പോഴേ എനിക്ക് ഉറപ്പായി. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പ്രപഞ്ചശക്തിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലെ ഭാഗമാണിത് ഇദ്ദേഹം വന്നിരുന്നത്. ഓക്കെ. എനിക്ക് ഉറപ്പാണ് എന്തോ സംഭവിച്ചിരിക്കുന്നു, നല്ല കാര്യങ്ങൾ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായി. ഓഫീസിൽ ചെന്നു. ആദ്യം ഞാൻ നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കിയപ്പോൾ 5000 രൂപ ഒരാൾ ദക്ഷിണ അയച്ചേക്കാണ് ആസ്ട്രേലിയയിൽ നിന്ന്. മാസങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൈവെക്കാത്ത മേഖലയില്ല. ജ്യോതിഷവും നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ, അച്ഛൻ്റെ അച്ഛൻ ജ്യോതിഷിയായിരുന്നു. അദ്ദേഹം പ്രൊഫഷണൽ ജ്യോതിഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി മുഴുവൻ ജ്യോതിഷ കുടുംബമാണ്. പണ്ടത്തെ കാലത്ത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള തറവാടാണ്. അപ്പോൾ അതിൽ ജ്യോതിഷ കുടുംബം അന്നത്തെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണ്. ജ്യോതിഷവും വൈദ്യവും നാട്ടുവൈദ്യവും ഒക്കെ ആയിട്ട് അന്നൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന സംഭവമായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും ഈ തലമുറയിലും, എൻ്റെ തലമുറയിൽ മാത്രമല്ല, എൻ്റെ തൊട്ടടുത്ത തലമുറയിലുമൊക്കെ ജ്യോതിഷന്മാർ, ഞങ്ങളുടെ അച്ഛൻ്റെ ഫാമിലിയിൽപ്പെട്ടവർ ഇപ്പോഴും ജ്യോതിഷം ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ജ്യോതിഷത്തിൽ വന്ന് പെട്ടുപോയതാണ്. നാട്ടുകാർക്ക് എൻ്റെ ജ്യോതിഷം വേണം. 5000 മാത്രമല്ല, 10000 ഒക്കെ അയക്കുന്നവരൊക്കെ ഉണ്ട്. ചെറിയ തുകക്കും ഞാൻ ഇതൊക്കെ നോക്കി കൊടുക്കും. ഓക്കെ.
അതൊക്കെ നമുക്ക് സമയം കിട്ടുന്ന രീതിയിലൊക്കെ ഇപ്പോൾ ഈ നമുക്ക് റിട്ടയർഡ് ലൈഫ് എന്നുള്ള രീതിയിൽ ഉള്ള സമയത്തായതുകൊണ്ട് സംഭവം ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്, ജ്യോതിഷം ചെയ്യുന്നു. അപ്പോൾ ഒരാൾ 5000 രൂപ ഇത് എന്താ പറയുക നമ്മുടെ ദക്ഷിണ അയച്ചേക്കാണ് ആസ്ട്രേലിയയിൽ നിന്ന്. അത് അങ്ങനെ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടെന്ന് പ്രപഞ്ചശക്തി അറിഞ്ഞാണ് ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ, ഒരാൾ ആസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ടിലേക്ക് 5000 രൂപ ദക്ഷിണ അയച്ചിരിക്കുന്നു. 10000 രൂപ അയച്ചവരുമുണ്ട്. 5000 ഒക്കെ സാധാരണ സംഭവമാണ്. എങ്ങനെയായാലും ആഴ്ചയിൽ ഒരു 5000 രൂപയുടെ ഒരു പാർട്ടി നമുക്ക് ദക്ഷിണ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് വന്നിരിക്കുന്നു എന്ന് നമ്മുടെ പ്രപഞ്ചശക്തി മെസ്സേജ് വിട്ടാണ് നെറ്റിയിലൊരു ചിത്രശ്രവം വന്നിരുന്നു. ഓക്കെ, ഇന്ന് കുറച്ച് അധികമായിട്ട് ഞാൻ സംസാരിച്ചു. എനിവേ കുറേ കാര്യങ്ങളും കൂടെ പറയാനുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ചിത്രശലഭത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ സമയം അതിക്രമിച്ചു. എനിവേ ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ഉണ്ടാവുമെന്ന് നമ്മൾ പച്ചയ്ക്ക് പറയുന്നു. ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചുറ്റിനും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലും ഒരു പരീക്ഷണാർത്ഥം ഒരു 2 മാസത്തേക്ക് എൻ്റെ ചാനൽ ഭാഗ്യം ചാനൽ, എനിക്ക് പല ചാനലുണ്ട്, അപ്പോൾ ഭാഗ്യം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ 2 മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് തിരിച്ചറിയുക. തീർച്ചയായിട്ടും ആ സബ്സ്ക്രിപ്ഷൻ തുടരുക. ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ലഭിക്കുമെന്ന് ഞങ്ങൾ പറയുന്നത്, ഇപ്പോൾ സ്വയം പുകഴ്ത്തുന്നത് തീർച്ചയായിട്ടും ഔചിത്യമില്ലാത്ത മര്യാദയില്ലാത്ത കാര്യമാണ്. പക്ഷേ ഞാനിത് വ്യക്തി തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ക്രാഷ് ലാൻഡ് ചെയ്തൊക്കെയാണ്. എൻ്റെ കൂടെ നിന്നാൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, എന്നോടൊപ്പം നിന്നാൽ തീർച്ചയായിട്ടും ഭാഗ്യം ഉണ്ടാവും എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിവേ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാര്യം 10 മിനിറ്റാണ് ഞാൻ ഏകദേശം സാധാരണ ചെയ്യുന്ന വീഡിയോകളെല്ലാം. അപ്പോൾ ഇത് 18 മിനിറ്റായി. ഓക്കെ, അപ്പോൾ ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് നിർഭാഗ്യങ്ങൾ മാത്രം, കിട്ടാനുള്ളത് പുതിയൊരു ലോകം മാത്രമല്ല, സൗഭാഗ്യങ്ങളുടെ പെരുമഴ. അതാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക്, ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് വീക്ക്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ശുഭദിനം.